السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقات UGC നെറ്റ് അൽ അറബിയ. UGC നെറ്റ് അറബിക്കിൻ്റെ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ യൂണിറ്റാണ്. അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി. അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ക്ലാസ്സിലേക്ക് പോകാം. അബ്ബാസി കാലഘട്ടത്തിലെ കവികളിൽ ബാക്കിയുള്ളവരെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽ ബുഹ്തുരി, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് ലനാ ഫിദ്ദഹരി ആമാലുൻ ത്വിവാലു നുറജ്ജീഹ വ അഅ്മാറുൻ ഖിസാറു വ അഹ്വിൻ ബിൽ ഖുതൂബി അലാ ഖലീഇൻ ഇലൽ ലദ്ദാതി ലൈസ ലഹു ഇദാറു. ബുഹ്തുരിയെക്കുറിച്ച് വിശദമായി വായിക്കാം. ബുഹ്തുരി ജനിച്ചത് 821 മരണപ്പെട്ടത് 897. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബൂ ഉബാദ അൽ വലീദ് ബിൻ ഉബൈദ് ബിൻ യഹ്യ അത്വാഇ. വുലിദ ബി മംബിജ് ഫി സൂരിയ. സൂര്യയിലെ മംബിജിലാണ് അദ്ദേഹം ജനിച്ചത്. കാന ഷായിറൻ ഫി ബലാത്തുൽ ഖുലഫ അൽ മുതവക്കിൽ അൽ മുൻതസിർ അൽ മുസ്തഈൻ അൽ മുഅ്തസ് ബിൻ അൽ മുതവക്കിൽ. ഈ രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാര കവിയായിരുന്നു ബുഹ്തുരി. ലുഖിബ ബിൽ ബുഹ്തുരി ലി അന്നഹു ഖസീറുൽ ഖാമ. അദ്ദേഹം ചെറിയ മനുഷ്യനായത് കാരണത്താലാണ് ബുഹ്തുരി എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. ഉസ്താദുഹു ഫിശ്ശഅർ ഹുവ അബൂ തമാം. കവിതയിൽ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അബൂ തമാമാണ്. അല്ലഫ കിതാബ് അൽ ഹമാസ വജഅലഹു 140 ബാബൻ. അദ്ദേഹം കിതാബുൽ ഹമാസ രചിച്ചിട്ടുണ്ട്. അതിൽ 140ഓളം ബാബുകളാക്കി തിരിച്ചിട്ടുണ്ട്. വ കിതാബ് മആനി ശിഅർ എന്ന കിതാബും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹജൽ മുസ്തഈൻ ലമ്മ നസല അനിൽ ഖിലാഫ വ തവല്ല അൽ മുഅ്തസ് അൽ ഖിലാഫ ബദലൻ മിൻ. മുസ്തഈൻ രാജാവ് ഖിലാഫത്തിൽ നിന്ന് പിന്മാറുകയും മുഅ്തസ് അദ്ദേഹത്തിന് പകരം ഖലീഫയാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹം ഖലീഫ മുസ്തഈനെ പരിഹസിച്ച് കവിത ആലപിച്ചിട്ടുണ്ട്. അടുത്തത് അബു ത്വയ്യിബ് അൽ മുതനബ്ബി. إذا اعتاد الفتى خوض المنايا فأهون ما يمر به الوحول ومن أمر الحصون فما عصته أطاعته الحزونة والسهول. എന്ന പ്രസിദ്ധമായ കവിതയുടെ വക്താവ് അബു ത്വയ്യിബ് അൽ മുതനബ്ബി. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. അബു ത്വയ്യിബ് അൽ മുതനബ്ബി ജനിച്ചത് 915 മരണപ്പെട്ടത് 965. അബു ത്വയ്യിബ് അഹ്മദ് ബിൻ അൽ ഹുസൈൻ ബിൻ അൽ ഹസൻ അൽ കിന്ദി എന്നാണ് പൂർണ്ണനാമം. വുലിദ ബി കിന്ദ ഫി കൂഫ. കൂഫയിലെ കിന്ദയിലാണ് ജനിച്ചത്. ആഷ അഫ്ളല അയ്യാമിഹി ഫി ബലാത്തി സൈഫുദ്ദൗല ബിൻ ഹംദാൻ ഫി ഹലബ്. ഹലബിലെ സൈഫുദ്ദൗലയുടെ കൊട്ടാരത്തിലെ കവിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രതാപകാലത്തിൽ. യൂസഫു ബി അന്നഹു നാദിറത്തു സമാനി വ ഉജൂബത്തു അസ്രി. തൻ്റെ കാലത്തെ അത്ഭുതമായും താൻ ജീവിച്ചിരുന്ന കാലത്തെ അതുല്യനായും ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. നല്ലമ ഔവല അശ്ആരിഹി വഹുവ ഇബ്നു 9 സനവാത്ത്. 9 വയസ്സുള്ള കുട്ടിയായിരിക്കെ ഇദ്ദേഹം കവിത ആലപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുമ്മിയൽ മുതനബ്ബി ലി അന്നഹു ദഅൻ നുബുവ്വ വതബിഅഹു ഖൽഖുൻ കസീർ. ഇദ്ദേഹത്തിന് മുത്തനബ്ബി എന്ന പേര് വരാൻ കാരണം ഇദ്ദേഹം പ്രവാചകത്വം വാദിച്ചത് കാരണത്താലാണ്. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. വബി മാലി ഉദ്ദുനിയ വ ഷാഗിലുന്നാസ്. മാലി ഉദ്ദുനിയ എന്നും ഷാഗിലുന്നാസ് എന്നും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. മദ ഇല മിസ്ർ വ മദഹ കാഫൂർ അൽ ഇഖ്ഷീദി. ഇദ്ദേഹം മിസ്റിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ കാഫൂർ അൽ ഇഖ്ഷീദിയെ പ്രശംസിച്ച് കവിത ആലപിക്കുന്നുണ്ട്. വ ത്വലബ അൻ യുവല്ലിയഹു ഫറഫദ്. കാഫൂർ അൽ ഇഖ്ഷീദിയോട് തന്നെ വാലിയാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു. ഫഹജാഹു. അത് കാരണത്താൽ കാഫൂർ അൽ ഇഖ്ഷീദിയെ പരിഹസിച്ചുകൊണ്ട് കവിത ആലപിക്കുന്നുണ്ട് അബു ത്വയ്യിബ് അൽ മുതനബ്ബി. മദഹ അദുദ്ദൗല ഫി ഷിറാസ്. ഷിറാസിൽ വെച്ച് അദുദ്ദൗലയെ പ്രശംസിച്ച് കവിത ആലപിച്ചിട്ടുണ്ട്. ഖതലഹു ബഅദു അഅദാഇഹി ഫി ത്വരീഖിഹി ഇലാ ഇറാഖ്. അദ്ദേഹം ഇറാഖിലേക്ക് പോകുന്ന വഴിയെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു. വഖതലു ഇബ്നഹു മുഹസ്സദ് വ ഗുലാമഹു മുഫ്ലിഹ്. അദ്ദേഹത്തിൻ്റെ മകൻ മുഹസ്സദിനെയും അദ്ദേഹത്തിൻ്റെ പരിചാരകൻ മുഫ്ലിഹിനെയും അവർ വധിച്ചു കളഞ്ഞു. അടുത്തത് ഇബ്നുർ റൂമി.
أبلغ أبا الدردام إن لاقيته بالرقة البيضاء أو حراني الدهر ما تنفك تندب وجنة درست وخدا منهج العرفان എന്ന പ്രസിദ്ധമായ കവിതയുടെ വക്താവ് ഇബ്നുർ റൂമി. അദ്ദേഹം ജനിച്ചത് 836-ലാണ്, മരണപ്പെട്ടത് 896-ൽ. അബുൽ ഹസൻ അലി ബിൻ അൽ അബ്ബാസ് ബിൻ ജരീജ് ഔ ജുർജീസ് എന്നാണ് പൂർണ്ണനാമം. അൽ മഅറൂഫ് ബി ഇബ്നുർ റൂമി, ഇബ്നുർ റൂമി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. റൂമിയുൽ അസ്ൽ വുലിദ ഫി ബഗ്ദാദ്, ഇദ്ദേഹം റോമൻ ഒറിജിനാണ്, ബഗ്ദാദിലാണ് ജനിച്ചത്. കാന മൗല ലി അബ്ദുല്ലാഹി ബിൻ ഈസ, അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഈസയുടെ പരിചാരകനായിരുന്നു. വക്കാന ജദ്ദുഹു മിൻ മവാലി ബനി അബ്ബാസ്, ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ ബനു അബ്ബാസിൻ്റെ പരിചാരകരിൽപ്പെട്ടയാളായിരുന്നു. ആസറ സമാനിയത്തൻ മിനൽ ഖുലഫ ഇൽ അബ്ബാസിയീൻ, അബ്ബാസി ഭരണാധികാരികളിൽ 8ഓളം രാജാക്കന്മാരുടെ കാലത്ത് ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. മദഹ അബൽ ഖാസിം അഷ്ഷത്രഞ്ചി വൽ ഖാസിം ബിൻ അബ്ദുല്ല വസീറുൽ മുഅ്തദിദ്, മുഅ്തദിദിൻ്റെ മന്ത്രിയായ ഖാസിം ബിൻ അബ്ദുള്ളയെയും അബുൽ ഖാസിം അഷ്ഷത്രഞ്ചിയെയും പ്രശംസിച്ച് കവിതയാലപിച്ചിട്ടുണ്ട്. മാത്ത മസ്മൂമൻ വദുഫിന ഫി ബഗ്ദാദ്, ബഗ്ദാദിൽ വെച്ച് വിഷം കഴിച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അവിടെ തന്നെയാണ് മറവ് ചെയ്യപ്പെട്ടതും. ഖീല ഖതലഹുൽ ഖാസിം ബിൻ അബ്ദുല്ല ബിസ്സും ലിഅന്നഹു ഹജ, ഖാസിം ബിൻ അബ്ദുള്ളയെ പരിഹസിച്ച് കവിതയാലപിച്ചത് കാരണത്താൽ അദ്ദേഹമാണ് ഇബ്നുർ റൂമിക്ക് വിഷം കൊടുത്ത് കൊന്നത് എന്ന് പറയപ്പെടാറുണ്ട്. അവസാനമായി അബുൽ അല അൽ മഅരി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതയാണ് വലമ്മാ റഅയ്തുൽ ജഹ്ല ഫിന്നാസി ഫാഷിയൻ തജാഹൽതു ഹത്താ ظن അന്നീ ജാഹിലു ഫവാ അജബൻ കം യദ്ദഇൽ ഫضല നാഖിസു വവാ ആസഫൻ കം യുൽഹിറു നഖ്സ ഫാളിലു എന്ന പ്രസിദ്ധമായ കവിത രചിച്ചത് അബുൽ അല അൽ മഅരിയാണ്. അദ്ദേഹം ജനിച്ചത് 973-ൽ, മരണപ്പെട്ടത് 1057-ലാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമമാണ് അബുൽ അല അഹ്മദ് ബിൻ അബ്ദുല്ല ബിൻ സുലൈമാൻ അൽ മഅരി. ഉലദ ബി മഅറ നുഅ്മാൻ ഫി സൂരിയ, സിറിയയിലെ മഅറത്തുൻ നുഅ്മാനിലാണ് അദ്ദേഹം ജനിച്ചത്. ഫഖദ ബസറഹു ഫി റാബിഅത്തി മിൻ ഉംരിഹി ബിസബബിൽ ജുദ്രി, അദ്ദേഹത്തിനു ബാധിച്ച വസൂരി കാരണത്താൽ 4-ാം വയസ്സിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. അഖദ അൻ-നഹ്വ വശിഅർ അൽ-മുതനബ്ബി അൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല അൻ-നഹ്വി റാവിൽ മുതനബ്ബി, മുത്തനബിയുടെ റാവിയായ മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ പക്കൽ നിന്നാണ് മുത്തനബിയുടെ കവിതയും നഹ്വും ഇദ്ദേഹം പഠിച്ചത്. അവ്വൽ മജ്മുഅത്തിൻ ശഅരിയത്തിൻ ലഹറത് ലഹ്, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതാ സമാഹാരമാണ് ദീവാനു സിഖ്ത് സന്ദ്. വസാനി ദീവാനുൽ ലസൂമിയാത്ത്, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ കവിതാ സമാഹാരമാണ് ദീവാനുൽ ലുസൂമിയാത്ത്. വസാലിസ് റിസാലത്തുൽ ഗുഫ്രാൻ, 3ാമത്തെ കവിതാ സമാഹാരം റിസാലത്തുൽ ഗുഫ്രാൻ. അഹദുൽ കുത്തുബിൽ അക്സരി തഅ്സീറൻ ഫി തുറാസിൽ അറബി, അറബികൾക്കിടയിൽ വളരെയധികം സ്വാധീനം ലഭിച്ച പുസ്തകമാണ് റിസാലത്തുൽ ഗുഫ്രാൻ. ഹക്കാഫിഹി സിയാറത്ത് ഷാഇർ ലിൽ ജന്ന വറുയതഹു ലിശുഅറാഇൽ ജാഹിലിയ, അതിൽ അദ്ദേഹം സ്വർഗം സന്ദർശിക്കുന്നതും അവിടെ ജാഹിലിയ കാലത്തെ കവികളെ കണ്ടുമുട്ടുന്നതും വിവരിക്കുന്നുണ്ട്. വമിൻ മുഅല്ലഫാതി റിസാലത്തു സ്വാഹിൽ വശാഹിജ്, റിസാലത്തുൽ മലായിക, റിസാലത്തുൽ ഹനാ, റിസാലത്തുൽ ഫുസൂൽ വൽ ഗായാത്ത് വഫിഖ്റാത്ത് വഫത്രാത്ത്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ശുക്രൻ അല ദഅം. ഇല ലിഖാ ഫിൽ ഹൽഖ അത്താലിയ. മഅ അസ്സലാമ.